So, we will discuss KTU S2 2019 Maths Module 2 ആയിട്ടുള്ള വെക്റ്റർ ഇൻ്റഗ്രേഷനിലെ തിയറംസ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓർത്തു വെച്ചിരിക്കാനുള്ള ടോപ്പിക്കാണ്. സോ നമ്മളെ വെക്റ്റർ ഇൻ്റഗ്രേഷനിലെ തിയറംസ് എന്ന് പറയുന്നത് മെയിൻലി കൺവേർഷനാണ്. ഇപ്പോൾ സിംഗിൾ ഇൻ്റഗ്രലിൽ നിന്ന് ഡബിൾ ഇൻ്റഗ്രലിലോട്ടൊരു കൺവേർഷൻ, അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രലിൽ നിന്ന് ട്രിപ്പിൾ ഇൻ്റഗ്രലിലോട്ടൊരു കൺവേർഷൻ. ഇതാണ് മെയിൻലി ആ തിയറം പറയുന്നത്. സോ നമുക്കിവിടെ 3 തിയറംസാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഗ്രീൻസ് തിയറം, ഒന്ന് സ്റ്റോക്സ് തിയറം, ഒന്ന് ഡൈവർജൻസ് തിയറം. അപ്പോൾ 3 തിയറംസ് ഉണ്ട്. ഫസ്റ്റ് ഗ്രീൻസ് തിയറം, രണ്ടാമത്തത് സ്റ്റോക്സ് തിയറം, മൂന്നാമത്തത് ഗോസ് ഡൈവർജൻസ് തിയറം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമുക്കിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രീൻസ് തിയറം. അതായത് ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നൊരു ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഗ്രീൻസ് തിയറം വെച്ച് അതെങ്ങനെ സോൾവ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നൊരു ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സോൾവ് യൂസിങ് ഗ്രീൻസ് തിയറം അതെങ്ങനെ ചെയ്യാം. സോ നമ്മൾ ചെയ്യേണ്ടത് ആ ഫോർമുല ഓർത്ത് വെച്ചിരിക്കാൻ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ പീനെ ഡി വൈയിലോട്ട് കണക്ട് ചെയ്യുക. ഞാൻ അവിടെ ചെയ്തതുപോലെ ശ്രദ്ധിക്കുക. ആ പീനെ ഡി വൈയിലോട്ട് കണക്ട് ചെയ്യുക, ക്യൂവിനെ ഡി എക്സിലോട്ട് കണക്ട് ചെയ്യുക. എന്താണ്, പിയെ ഡി വൈയിലോട്ടും ക്യൂവിനെ ഡി എക്സിലോട്ടും ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ ഫോർമുല എങ്ങനെ എഴുതാം? ഞാനിവിടെ പറഞ്ഞു, ഇവിടെ എന്താണ്, നമ്മൾ ഇൻ്റഗ്രലിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ സിംഗിൾ ഇൻ്റഗ്രലിനെ നമ്മൾ നെക്സ്റ്റ് ഇൻ്റഗ്രൽ, അതായത് ഡബിൾ ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ സിംഗിൾ ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനവിടെ ക്യൂവിനെ ഡി എക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഒന്നുകൂടെ പറയാം, ഞാൻ ക്യൂവിനെ ഡി എക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് പിയെ ഞാൻ ഡി വൈയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഡോ പി ബൈ ഡോ വൈ. സോ എന്താണ്, സിംഗിൾ ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഡോ ക്യൂ ബൈ ഡോ എക്സ്, ക്യൂവും എക്സും തമ്മിലാണ് കണക്ഷൻ. ഡോ ക്യൂ ബൈ ഡോ എക്സ് പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് കൊടുക്കുക, പിയും വൈയും തമ്മിലാണ് കണക്ഷൻ. സോ ഡോ പി ബൈ ഡോ വൈ ദ ഹോൾ ഇൻറ്റു, നമ്മളിവിടെ ഡബിൾ ഇൻ്റഗ്രലാണ്. സോ ഡി എക്സ് ഡി വൈ. സോ ഇത്ര ഈ ഒരു സിമ്പിൾ ടിപ്പ് വഴി നമുക്ക് എന്ത് പഠിക്കാം? ഗ്രീൻസ് തിയറം എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങളിവിടെ കാണാം, ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ക്യൂ ഡി എക്സുമായിട്ടാണ് കോണ്ടാക്ട്. സോ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് പി ഡി വൈയുമായിട്ടാണ് കോണ്ടാക്ട്. ഡോ പി ബൈ ഡോ വൈ ദ ഹോൾ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇതാണ് ഗ്രീൻസ് തിയറം. സോ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രീൻസ് തിയറം പെട്ടെന്ന് ഓർത്ത് വെച്ചിരിക്കാൻ പറ്റും. സോ നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള തിയറം എന്ന് പറയുന്നത് സ്റ്റോക്സ് തിയറമാണ്. സോ സ്റ്റോക്സ് തിയറം പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഓർത്ത് വെച്ചിരിക്കാൻ പറ്റും? അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യുക. ഞാൻ സ്റ്റോക്സ് തിയറത്തിലെ എസ് എന്ന് പറയുന്ന ലെറ്റർ ഹൈലൈറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. എസ് എന്ന് പറയുന്ന ലെറ്റർ ഹൈലൈറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. സോ എസ്സിനെ നിങ്ങൾ രണ്ടായിട്ട് തിരിക്കുക. ആ എസ് എന്ന് പറയുന്ന ലെറ്ററിനെ നിങ്ങൾ രണ്ടായിട്ട് തിരിക്കുക. സോ എസ് എന്ന് പറയുന്ന ലെറ്ററിന് ഒരു സൈഡ്, അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സൈഡിന് നമുക്ക് എൽ എച്ച് എസ് എന്ന് കൊടുക്കാം, മറ്റൊരു സൈഡിന് നമുക്ക് ആർ എച്ച് എസ് എന്ന് കൊടുക്കാം. സോ എൽ എച്ച് എസ് സൈഡിൽ ഞാൻ സ്റ്റോക്സ് തിയറത്തിലെ എസ്സിനെ സിംഗിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എസ് സിംഗിൾ, എസ് സിംഗിൾ. ആർ എച്ച് എസ് സൈഡിലെ എസ്സിനെ ഞാൻ ക്രോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ എൽ എച്ച് എസ് സൈഡിലെ എസ്സിനെ ഞാൻ സിംഗിൾ എന്നും ആർ എച്ച് എസ് സൈഡിലെ എസ്സിനെ ഞാൻ ക്രോസ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്സ് തിയറം പഠിക്കാം? നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൽ എച്ച് എസ് സൈഡിൽ സിംഗിൾ, സോ അവിടെ ഒരു സിംഗിൾ ഇൻ്റഗ്രൽ വരും. എൽ എച്ച് എസ് സൈഡിൽ സിംഗിൾ, സോ അവിടെ ഒരു സിംഗിൾ ഇൻ്റഗ്രൽ വരും. ആർ എച്ച് എസ് സൈഡിൽ ഒരു ക്രോസ്, അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എച്ച് എസ് സൈഡിൽ ഒരു കേള് വരും. സോ എൽ എച്ച് എസ് സൈഡിൽ ഒരു സിംഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് സിംഗിൾ ഇൻ്റഗ്രൽ. ആർ എച്ച് എസ് സൈഡിൽ ക്രോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേൾ ഫംഗ്ഷൻ, കേൾ ഓഫ് എ ഫംഗ്ഷനാണ്. സോ ആർ എച്ച് എസ് സൈഡിൽ ഒരു കേള് വരും. സോ നമുക്ക് സ്റ്റോക്സ് തിയറത്തിന് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ഞാൻ പറഞ്ഞു എൽ എച്ച് എസ് സൈഡിൽ എസ് ഫോർ സിംഗിൾ, സോ സിംഗിൾ ഇൻ്റഗ്രൽ അവിടെ വരും. സോ സിംഗിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ, സിംഗിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റഗ്രലിൽ നിന്ന് മറ്റൊരു ഇൻ്റഗ്രലിലോട്ട്. സോ സിംഗിൾ ഇൻ്റഗ്രലിൽ നിന്ന് അടുത്ത ഇൻ്റഗ്രൽ ഏതാണ്? ഡബിൾ ഇൻ്റഗ്രൽ, ഡബിൾ ഇൻ്റഗ്രലിലോട്ട്. സോ സിംഗിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ. ഇനി നമ്മൾ നോക്കുക, ആർ എച്ച് എസ് സൈഡിൽ ക്രോസ്, ക്രോസ് എന്ന് പറഞ്ഞാൽ കേള് വരുമെന്നാണ്. സോ ഡബിൾ ഇൻ്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്സ് തിയറം ഓർത്ത് വെച്ചിരിക്കേണ്ടത്. സ്റ്റോക്സ് തിയറത്തിലെ എസ് ഹൈലൈറ്റ് ചെയ്താൽ മതി. എസ് ഫോർ എൽ എച്ച് എസിൽ സിംഗിൾ, ആർ എച്ച് എസിൽ ക്രോസ്. സിംഗിൾ വന്നു കഴിഞ്ഞാൽ സിംഗിൾ ഇൻ്റഗ്രൽ. സോ സിംഗിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എന്താണ്, ആർ എച്ച് എസ് സൈഡിൽ ക്രോസ്, ക്രോസ് എന്ന് പറഞ്ഞാൽ കേൾ. സോ ഡബിൾ ഇൻ്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്.
സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്സ് തിയറം ഓർത്ത് വെച്ചിരിക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ ഡൈവർജൻസ് തിയറം പെട്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക, അതാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് എങ്ങനെ ഡൈവർജൻസ് തിയറം പെട്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ നേരത്തെ സ്റ്റോക്സ് തിയറം ചെയ്ത പോലെ ഡൈവർജൻസ് തിയറത്തിലെ ഡി എ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എൽ എച്ച് എസും ഉണ്ട്, ആർ എച്ച് എസും ഉണ്ട്. സോ എൽ എച്ച് എസ് സൈഡിൽ നമ്മൾ ഡി ഫോർ ഡബിൾ, എന്താണ് ഡി ഫോർ ഡബിൾ. ആർ എച്ച് എസ് സൈഡിൽ ഡി ഫോർ ഡോട്ട്, ഡി ഫോർ ഡോട്ട്. സോ ഡൈവർജൻസ് തിയറത്തിൽ ഡി ഹൈലൈറ്റ് ചെയ്തിട്ട് എൽ എച്ച് എസ് സൈഡിൽ ഡി ഫോർ ഡബിൾ എന്നും ആർ എച്ച് എസ് സൈഡിൽ ഡി ഫോർ ഡോട്ട് എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക. സോ ഡി ഫോർ ഡബിൾ, ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ. സോ എൽ എച്ച് എസ് സൈഡിൽ ഒരു ഡബിൾ ഇൻ്റഗ്രൽ വരും. ഇനി ആർ എച്ച് സൈഡിൽ എന്താണ് ഡോട്ട്, ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവർജൻസ് എന്നാണ് മീനിങ്, ഡൈവർജൻസ് ഓഫ് എ ഫംഗ്ഷൻ. സോ ഡോട്ടിൻ്റെ സ്ഥാനത്ത് എന്തോ ഒരു ഡൈവർജൻസ് എന്ന് വരും. സോ നമ്മൾ ഡൈവർജൻസ് തിയറത്തിൽ ഡി ഉപയോഗിച്ച് നമ്മൾ ആ ഫോർമുല പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എൽ എച്ച് സൈഡിൽ ഡി ഫോർ ഡബിൾ, ആർ എച്ച് സൈഡിൽ ഡി ഫോർ ഡോട്ട്. സോ നമുക്ക് ഡൈവർജൻസ് തിയറം കംപ്ലീറ്റ് ചെയ്യാം. എൽ എച്ച് സൈഡിൽ എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ, ഡബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡി ഫോർ ഡബിൾ. സോ ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ഈസ് ഈക്വൽ ടു, ആർ എച്ച് സൈഡിൽ എന്താണ് ഡോട്ട്, ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവ് എന്നാണ് മീനിങ്. സോ ട്രിപ്പിൾ ഇൻ്റഗ്രൽ, ഡബിളിൻ്റെ നെക്സ്റ്റ് എന്തിനാണ് ട്രിപ്പിൾ ആണ്, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡൈവ് ഓഫ് ഡി വി. സോ എളുപ്പം പഠിക്കാൻ പറ്റിയില്ലേ. ഡൈവർജൻസ് തിയറം എന്ന് പറയുമ്പോൾ ഡി ഫോർ ഡബിൾ എൽ എച്ച് എസിൽ, ഡി ഫോർ ഡോട്ട് ആർ എച്ച് എസിൽ, ഡബിൾ എന്ന് പറയുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ. സോ ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിളിൻ്റെ നെക്സ്റ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ, ഡോട്ട് എന്ന് പറയുമ്പോൾ ഡൈവ് എന്നാണ് മീനിങ്. സോ ഡൈവ് എഫ് ഡി വി. സോ ഇങ്ങനെയാണ് നമ്മൾ ഗോസ് ഡൈവർജൻസ് തിയറവും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ സ്റ്റോക്സ് തിയറവും ഡൈവർജൻസ് തിയറവും കണക്ട് ചെയ്യുന്നതും നമുക്ക് എന്താണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സ്റ്റോക്സ് തിയറവും ഡൈവർജൻസ് തിയറവും കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്താണ് സ്റ്റോക്ക് എന്ന് ഞാൻ പറഞ്ഞു. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സിംഗിൾ ടു ഡബിൾ, സിംഗിൾ ഇൻ്റഗ്രലിൽ നിന്ന് ഡബിൾ ഇൻ്റഗ്രലിലോട്ട് പോകുന്നതാണ് സ്റ്റോക്സ് തിയറം. സോ എന്താണ് ഡൈവർജൻസ് തിയറം, ഡബിൾ ടു ട്രിപ്പിൾ, ഡബിളിൽ നിന്ന് ട്രിപ്പിളിലോട്ട് പോവാം. അതാണ് ആര് പറയുന്നത്, ഡൈവർജൻസ് തിയറവും പറയുന്നത്. സോ ഞാനിപ്പോൾ സ്റ്റോക്സ് തിയറം എഴുതുകയാണ്. സിംഗിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. സിംഗിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ കേൾ ഓഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ്. ഇനി അടുത്തത് ഡൈവർജൻസ് തിയറം ഞാൻ എഴുതുകയാണ്. ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡൈവ് ഓഫ് ഡി വി. ഒന്നുകൂടെ പറയാം, ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡൈവ് ഓഫ് ഡി വി. സോ നിങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റോക്സ് തിയറവും ഡൈവർജൻസ് തിയറവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്റ്റോക്സ് തിയറത്തിൽ കേൾ ഓഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് ആണ്. അതേസമയം ഡൈവർജൻസ് തിയറത്തിലോ കേൾ എന്നുള്ള ലെറ്റർ മാറി. സോ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ്. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കമ്പയർ ചെയ്ത് ഫോർമുല തെറ്റാതെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. സോ ഇനി ഈ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള കണക്കുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.